ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ആ ഞായറാഴ്ച തന്നെ നമ്മുടെ കല്യാണ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ കുടുംബത്തൊരു കല്യാണത്തിന് പോവുകയാണ്. അങ്ങ് പത്തനാപുരത്താണ് കല്യാണം. അടിപൊളി. അപ്പോൾ നമ്മളെല്ലാവരും ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കയറിയിരുന്ന് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എല്ലാവരും കുറേ നാളിന് ശേഷം കാണുന്നവരുണ്ട്, പിന്നെ വർഷങ്ങളായിട്ട് പോലും കാണാത്തവരുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളൊരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് എല്ലാവരും ഒന്നിച്ചൊരു യാത്ര. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ഒരേ ബസ്സിൽ കയറി എല്ലാവരും കൂടെ നമ്മുടെ കുടുംബക്കാരെല്ലാം ഒരു ബസ്സിൽ കയറി അങ്ങനെ പാട്ടൊക്കെ പാടി പോകാനാണ് പോകുന്നത്. അപ്പോൾ കയറി വന്നപ്പോഴത്തേക്ക് ഈ മഹാന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാതായി തുടങ്ങി. കാരണം ഇവരവിടെയൊക്കെ നിന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയമായി. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ കുറച്ച് പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. എങ്കിലും വേണ്ടൂല, ഈ ബസ്സിൽ തന്നെ പോവുള്ളൂ, അലമ്പണം, പാട്ടിട്ട് ഡാൻസ് കളിച്ച് തകർക്കണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാവരും കയറിയിരിക്കുന്നത്. പക്ഷേ എന്തെന്ന് പറയാനോ, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ഓരോ സംഭവിക്കുന്നത്. പാട്ടിടാൻ നോക്കിയിട്ട് അതിനകത്ത് ക്ലിബിള് ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവസാനം ഞങ്ങൾ സ്വന്തമായിട്ട് പാട്ട് പാടിയൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തിയ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എവിടെയാണ് ആ ഡ്രിങ്ക്സ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ഏത് വെള്ളമായാലും വേണ്ടില്ല, നമ്മൾ അവിടെ നിന്ന് കുടിക്കണം. അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അത് വെറും ടാങ്ക് ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഡ്രിങ്ക്സ് ആയിരുന്നു. അത് കുടിച്ച് നമ്മൾ പെണ്ണിനെയും കണ്ട് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് പോയി. കാരണം നിക്കാഹിന് ആണുങ്ങളെല്ലാം കൂടെ പള്ളിയിൽ പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വന്നിരുന്ന് ആദ്യത്തെ ഈ ജോലി അങ്ങ് ഒതുക്കി. ഈ ആവേശമൊന്നുമില്ല, പിള്ളേർ സെറ്റെല്ലാം ഇച്ചിരിയെ കഴിച്ചോളൂ. കാരണം പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണമായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറുക്കൻ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞ് വന്നു. പിന്നെ അവരുടെ താലികെട്ടൽ ചടങ്ങും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങളും ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുടുംബക്കാരെയൊക്കെ കണ്ട്, വീഡിയോ അല്ല ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുടുംബക്കാരെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും അടുത്ത ബസ്സിലേക്ക് കയറിയിരുന്നു ഗായ്സ്. കയറിയിരുന്ന് പുഴുങ്ങി തകർത്ത് അവസാനം വണ്ടി എടുത്തു. പിന്നെ ഞങ്ങൾ ഒട്ടും കുറച്ചില്ല, ഇല്ല ബിരിയാണിയുടെ എനർജിയും ഇങ്ങോട്ട് വന്നപ്പോൾ അവർ പാട്ടിട്ട് തരാത്തതിൻ്റെതും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ കൂവി തകർത്ത് പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് കല്യാണ ചെറുക്കൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ചെറുക്കൻ കൂട്ടരാണ്. ഇന്ന് വൈകിട്ട് ചെറുക്കൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അത് കാരണം അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് എത്തി. ചെറുക്കൻ്റെ വീട്ടിൽ അപ്പം ചെറുക്കനൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ അടുത്ത് തന്നെ എൻ്റെ കൊച്ചാടെ വീട്. അപ്പോൾ കൊച്ചാടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി എല്ലാവരും നിസ്കരിക്കാനുള്ളവരൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ചായയും ഉഴുന്നുവടയും പരിപ്പ് വടയും അങ്ങനെ മിക്സഡ് സാധനങ്ങളെല്ലാം കൂടെ കഴിച്ച് നമ്മൾ അടുത്ത പാർട്ടിക്ക് പോവുക. എന്നിട്ടും നമ്മളിതൊക്കെ കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കുതിരപ്പുറത്ത് പോകണ പോലെയൊക്കെ പോവുകയാണ്. അടുക്കി വെച്ച് പോകുന്നത് നല്ല രസമല്ലേ ഇത്. അപ്പോൾ നമ്മൾ ഹാളിലെത്തി. അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ ഫസ്റ്റ് നോട്ടം ഡ്രിങ്ക്സാണ്. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. ഇത് പേരയ്ക്കയും ലിച്ചിയുമായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ചായയും സ്നാക്സും ഒക്കെ ഉണ്ട്. പക്ഷേ പോകുന്നില്ല. നമ്മളവിടുന്ന് ചായ കുടിച്ചേയില്ലേ. എങ്കിലും ഒരു സമൂസ എടുത്ത് നോക്കി, പക്ഷെ പോയില്ല കേട്ടോ. ഇച്ചിരി ബാക്കിയുള്ളവർക്ക് കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. വീണ്ടും അവിടെ റിസപ്ഷന് മാത്രം വന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാം കല്യാണത്തിന് വന്നില്ല. എല്ലാവരും കൂടെ ദൂരം ആയതുകൊണ്ട് എല്ലാവരും റിസപ്ഷനൊക്കെ വന്ന് അങ്ങനെ പിന്നെ നമ്മൾ ആ റിസപ്ഷന് വന്നവരൊക്കെ ആയിട്ട് കുറച്ച് നേരം കത്തി വെച്ച് വീണ്ടും നമ്മുടെ ഫുഡ് അടിയിലേക്ക് പോയി. അപ്പോൾ ഒറോട്ടി, പൊറോട്ട, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ ചീനി മീൻ കറി. അപ്പോൾ അതെല്ലാവരും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒരെണ്ണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ തലേ ദിവസം നമുക്ക് റിസപ്ഷന് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചാടെ പാട്ടാണോ ഒന്ന് കേട്ടു നോക്കേ.